നമ്മുടെ തൃശ്ശൂർ പൂരം പഴയ പെരുമയോടുകൂടി നടത്തും എന്നാണ് സുരേഷ് ഗോപി, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ്. അതുപോലെ ഹൈക്കോടതി, അതുപോലെ തന്നെ പൂരത്തിന് ഹൈക്കോടതി ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, അത് പാലിക്കണം. അപ്പോൾ അദ്ദേഹം ഇന്നൊരു മീറ്റിംഗ് കൂടി പൂരം എങ്ങനെ പഴയതുപോലെ നടത്താം. ഇപ്പം നമുക്കറിയാം, ഇത്തവണ ആ പൂരത്തിലുണ്ടായ കോലാഹലങ്ങളും പൂരപ്രേമികൾക്ക് അത് ആ പൂരം ആസ്വദിക്കാൻ പറ്റാതെ പോയി, പഴയതുപോലെയല്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പൂരത്തിന് ഇടങ്കോലിടുന്ന ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതുപോലെ പൂരവും എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി അതിൻ്റെ മാറ്റം? അല്ല, അത് ഈ പറഞ്ഞതാണ്, അവസാനം പറഞ്ഞില്ലേ, അതായത് തൃശ്ശൂർ എടുത്തതുപോലെ പൂരവും സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അടുത്ത മെയ് 6, 7 തീയതികളിലാണ് പൂരം വരുന്നത്. 2025 മെയ് 6, 7 തീയതികൾ. ഇനി മാസങ്ങൾ നിരവധി കിടക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിനാദ്യമായിട്ടാണ് ഇങ്ങനെ പൂരത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചർച്ച ഇത്രയും നേരത്തെ, വളരെ നേരത്തെ, എനിക്ക് തോന്നുന്നത് നമ്മൾ മെയ് ആകുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ 8-ാം മാസം, 8, 4, 12, ഏകദേശം 5, 4, 9 മാസത്തോളം ഇനിയും, 9-10 മാസത്തോളം ഇനിയും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 9 മാസം കൃത്യമായിട്ടുമുണ്ട്. അപ്പോൾ 9 മാസത്തിന് മുമ്പേ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് അസാധാരണമാണ്. അത് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകതയാണ്. അത് സുരേഷ് ഗോപിക്ക് തന്നെ അത് മുൻകൈ എടുത്ത് സുരേഷ് ഗോപി അക്കാര്യത്തിൽ ചില തീരുമാനങ്ങളും നിർബന്ധവും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു യോഗം വിളിച്ചത്. ഇത് അവിടുത്തെ ഈ പാറമേക്കാവ് ദേവസ്വം ബോർഡുകാരെയും വളരെ വല്ലാതെ അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ തൃശ്ശൂർ ജനങ്ങളുടെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതവും അതുപോലെ തന്നെ ഒരു അഭിമാനവുമാണ്. മലയാളികളുടെയും ഒരു അഭിമാനം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. ഇത്രയും ജനങ്ങൾ കൂടുക, ഇത്രയും മനോഹരമായ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇത്രയും ചിട്ടയായിട്ട് കാര്യങ്ങൾ നടത്തുക. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യവശാൽ അതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. അതിനു മുമ്പ് തന്നെ പല സോഷ്യൽ മീഡിയകളിലും പല സ്ഥലത്തു നിന്നും വേറെ ചില ഒരുപക്ഷെ ഇതിനെ മോശമാക്കാൻ വേണ്ടിയിട്ട്, ഈ തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചില വീഡിയോകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അത് അതിനു മുമ്പ് തന്നെ നേരത്തെയും കാരണം നമ്മുടെ നാട്ടിൽ എല്ലാത്തിനെയും വർഗീയമായി കാണുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും അത്തരം ഭാഗങ്ങളിൽ നിന്നാണ് തൃശ്ശൂർ പൂരത്തിനെതിരായിട്ട് ഇങ്ങനെ ആൾ കൂടുന്നത് ശരിയല്ലെന്നും അങ്ങോട്ടേക്ക് വണ്ടി ഇടിച്ച് കയറ്റി കുറേ എണ്ണത്തിനെ കൊല്ലണമെന്നൊക്കെ ഉള്ള ആഹ്വാനം പലയിടത്തു നിന്നും വന്നതും നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ച് കൂട്ടുമ്പോഴാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ വളരെ ജാഗ്രതയോടെ അതിമനോഹരമായിട്ട് പഴയതുപോലെ, അതാണ് സുരേഷ് ഗോപി ഇപ്പോൾ യോഗം കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ പ്രധാനപ്പെട്ട പൂരത്തിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് കുടമാറ്റവും അതുപോലെ ഇപ്പം വെടിക്കെട്ട്. അപ്പോൾ ഈ വെടിക്കെട്ട് പലപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ നടത്തിയത് എപ്പോഴാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ സംയുക്ത യോഗത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, ദേവസ്വം ഭാരവാഹികൾ, അവരുടെ എല്ലാം യോഗത്തിന് ശേഷം ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് സുരക്ഷിതമായി വെടിക്കെട്ട് കാണുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി തേടാൻ വേണ്ട നിയമ ഭേദഗതികൾ യോഗത്തിൽ ചർച്ചയായി. അപ്പോൾ ഇദ്ദേഹവും പറയുന്നത്, ഈ വെടിക്കെട്ടൊക്കെ നടത്തുന്നതിന് പൂരത്തിൽ കോടതിയെ അത് അറിയിക്കുകയാണ്, നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി നിയമപരമായ ചില തടസ്സങ്ങളൊക്കെ കളക്ടർ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നാണ് യോഗത്തിൽ ഉയർന്ന പൊതുവികാരം. ആ വികാരത്തിനൊപ്പമാണ് സുരേഷ് ഗോപി നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്, അത് കോടതിയെ ബോധ്യപ്പെടുത്തി ആ സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിനുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. കാരണം അദ്ദേഹം എന്തായാലും ഇത് രണ്ടും കൽപ്പിച്ചാണ്. ഇത് പൂരം തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ്, നേരത്തെ പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാണ് പൂരം. പൂരങ്ങളുടെ പൂരം എന്ന് പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടി പറയുന്നത് പോലെ പൂരങ്ങളുടെ പൂരമാണ്. അപ്പോൾ ആ പൂരത്തെ നെഞ്ചേറ്റിയ ആളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത്. മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ പൂരം കാണാൻ വരികയും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനും അറിയാവുന്നത് കൊണ്ടാണ് തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വർഷം ഏകദേശം 10 മാസത്തോളം ഉണ്ട്. 10 മാസത്തോളം ഉണ്ടെങ്കിലും ഇപ്പോഴേ അതിനുള്ള നടപടി, അത് ആ ജനവികാരം മാനിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് അതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു. മാത്രമല്ല, ഇത് ഈ യോഗം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട് അവിടെ. അതായത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് ഇദ്ദേഹം ഇത് ചർച്ച ചെയ്തിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച്, അതിനെ എങ്ങനെ ഭംഗിയായിട്ട്, അതായത് നടത്താം, ഈ വെടിക്കെട്ട് ആൾക്കാർക്ക്
കൃത്യമായിട്ട് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം പകലാണ് നടത്തിയത്, നടത്തി കളയാണ് പോയത്. പിന്നെ നേരെ ആൾക്കാർ കാണാൻ അതെ അതെ അതാണ് തൃശ്ശൂർ പൂരത്തിന്റെ മഹിമ തന്നെ തകർന്നു പോയ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം ആ വെടിക്കെട്ടിന് കുറച്ച് ദൂരപരിധി നിശ്ചയിച്ചു. അതാണ് ഈ ഹൈക്കോടതി ഇടപെട്ടു എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൊണ്ട് അതിനെയാണ് ഒരു നിയമ ഭേദഗതി എങ്ങനെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം കർശനമായ അതിനു മുമ്പ് തന്നെ വെടിക്കെട്ട് നടത്തുന്നതിനെ സംബന്ധിച്ച് കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ പുറ്റിങ്ങല് ഈ അപകടത്തിന് ശേഷമാണ് അത് കർശനമാക്കി തുടങ്ങിയത്. മനുഷ്യന്റെ സുരക്ഷയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യന് ഇത്തരം കാര്യങ്ങൾ ആചാരപരമായി ഇത്തരം കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും അതിനകത്ത് പങ്കുചേരാനും ഒക്കെയുള്ള അവകാശം ആളുകൾക്കുണ്ട്, ഭക്തജനങ്ങൾക്കും ഉണ്ട്, മറ്റുള്ള മനുഷ്യർക്കും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ കോടതിയെ ബോധ്യപ്പെടുത്തി ഒരു കൃത്യമായ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പൂരം ആസ്വദിക്കാൻ റൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് കാണണം. അതും ഇത്രയും അകലെ പോവാതെ കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട്. അപ്പൊ ഇപ്പം അതാണ് ഇന്നലെ നടന്നത്. ഇന്നലെ അതിന്റെ ഒരു സംഘം, ഇത് ഒരു മീറ്റിംഗ് മാത്രമല്ല, ഇനിയും ഇതുപോലെ 3-4 മീറ്റിങ്ങുകൾ ഇതിന്റെ തുടർച്ചയായിട്ട് വരും എന്നാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഈ യോഗം സാധാരണ ഒരു യോഗം വിളിച്ചു കൂട്ടുക, കാര്യങ്ങൾ എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത് അതിനു മുമ്പ് ഇന്നലെ കേന്ദ്രത്തിൽ നിന്നും ചില എക്സ്പേർട്സുകൾ ആ ക്ഷേത്രം സന്ദർശിക്കുകയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും സ്വരാജ് ഗ്രൗണ്ടും ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരം കണക്കാക്കുകയും വ്യക്തമാക്കുകയും അതനുസരിച്ച് ആൾക്കാർക്ക് എത്ര ലക്ഷം ആൾക്കാരുടെ വരുമെന്നുള്ള ഒരു കണക്ക് അവർക്കുണ്ടല്ലോ. ആ കണക്ക് വെച്ചിട്ട് ഈ വെടിക്കെട്ട് കൃത്യമായിട്ടും എങ്ങനെ സുരക്ഷിതമായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ നടത്താമെന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരിക്കുന്നു. അപ്പം വെറുതെ നമ്മൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു യോഗം വിളിച്ചു കൂട്ടി അതൊരു പടം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് എന്ന് പറയും. ഇതല്ല, യോഗം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് പ്ലാനിംഗ് ഉണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണ നമ്മൾ ഇന്നലെ വരെ കണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശബരിമല ഉത്സവം നടന്നു കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെ അതായത് വൃശ്ചികം 1 അവിടെ ഉത്സവം തുടങ്ങും, അതായത് തീർത്ഥാടന തുടങ്ങും, മണ്ഡലകാലം തുടങ്ങും. പക്ഷേ വൃശ്ചികം 1 തൊട്ട് മുമ്പ് 1-2 ദിവസം മുമ്പായിരിക്കും അവലോകന യോഗങ്ങൾ കൂടുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കൂടിയാലോ കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടാകില്ല. പലപ്പോഴും റോഡുകൾ പോലും നേരെ ഉണ്ടാകില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലുള്ള പ്ലാനിങ് ഉണ്ടാവില്ല. പക്ഷേ അവിടെ നിന്നുള്ള കാശ് മുഴുവനും കൃത്യമായിട്ടും എടുക്കുകയും വേണം. KSRTC ഉൾപ്പെടെയുള്ളവർക്ക് ഏകപക്ഷീയമായിട്ട് കാശ് ഉണ്ടാക്കുകയും ചെയ്യണം. പക്ഷേ അത് ദേവസ്വം ബോർഡിനും ഉണ്ടാക്കണം. പക്ഷേ അതാണ് നമ്മൾ ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശബരിമലയിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലിലേക്ക് ഉണ്ടാകാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അത്തരത്തിലാണ് ശബരിമലയെ വയ്ക്കുന്നത്. നമ്മുടെ മുൻകൂട്ടി 1-2 മാത്രം മുമ്പ് വിളിച്ചു കൂട്ടുക, എന്നിട്ട് തീരുമാനം എടുക്കുക, എന്നിട്ട് നേരെ നടത്താതിരിക്കുക, പിന്നെ അതിന് കോർഡിനേഷൻ ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി വന്നിരിക്കുന്നത്. ഇന്ന് യോഗം വിളിച്ചു കൂട്ടുക, അതാണ് ഞാൻ പറഞ്ഞത്. യോഗം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് തന്നെ എക്സ്പേർട്സുകൾ വരിക, അതിനു മുമ്പ് തന്നെ അവർ ആ ക്ഷേത്രം സന്ദർശിക്കുക. ക്ഷേത്രത്തിലെ കേന്ദ്രത്തിൽ നിന്നുള്ള എക്സ്പേർട്സുകളാണ്, കേരളത്തിൽ നിന്ന് മാത്രമല്ല വരിക. അപ്പം സ്വാഭാവികമായിട്ടും ഇനി അവരുടെ ഒരു കൺട്രോളും അവരുടെ നിയന്ത്രണവും അവരുടെ ഒരു പ്ലാനിങ്ങും എങ്ങനെ ഇത് എങ്ങനെ നടത്താം. കാരണം കേരളത്തിലെ ഈ പൂരത്തിനെ തകർക്കാനുള്ളൊരു ഉദ്ദേശം കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര ഇന്ത്യൻസ് വിഭാഗത്തിന് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ പൂരത്തിന് മുമ്പ് തന്നെ കിട്ടിയതാണ്. അപ്പോൾ അത് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചില അനിഷ്ട സംഭവങ്ങൾ കഴിഞ്ഞ പൂരനാളിൽ നടക്കുകയും ചെയ്തു. അത് നമ്മുടെ കേരള പോലീസിന്റെ അങ്കിത് അശോകും ഒക്കെ ഇടപെട്ടതും അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും അതൊന്നും വരാതിരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും അതൊരു കേരളത്തിൽ ഇപ്പോൾ അതൊരു നല്ലൊരു ചർച്ചയായിട്ടുണ്ട്. കാരണം ഇത്രയും വളരെ നേരത്തെ തന്നെ ഇങ്ങനൊരു യോഗം വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൻ്റെ പ്ലാനിങ് നടപ്പിലാക്കുകയും അതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് സ്ഥലം പരിശോധിപ്പിക്കുകയും എന്നിട്ട് ഈ ദേവസ്വം ബോർഡ് അധികൃതരെയും ജില്ലാ കളക്ടറെയും ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഇനി മന്ത്രിമാരെയും വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞ യോഗത്തിൽ. പക്ഷേ മന്ത്രിമാരെത്തിയില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് നമ്മുടെ റിപ്പോർട്ടുകളിൽ മന്ത്രിമാരെത്തിയ കാര്യങ്ങൾ പറയുന്നില്ല. ഇനി ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് പീയൂഷ് ഗോയലിനോട് സംസാരിച്ചിരുന്നു. അത് കേന്ദ്ര പീയൂഷ് ഗോയൽ കേരളത്തിലെ മന്ത്രിമാരെയും വിളിച്ചിരുന്നു, യോഗത്തിൽ വിളിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പോയതായിട്ടാണ് ഇപ്പം കിട്ടുന്ന നമുക്ക് വിവരം. എന്തായാലും തൃശ്ശൂർ പൂരം കൃത്യമായും കണിശമായും നടപ്പിലാക്കാൻ തന്നെയാണ് പിന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തെ ജയിപ്പിച്ച മണ്ഡലത്തിലെ ജനങ്ങളോട് അത് വടക്കുന്നാഥന്റെ മണ്ണാണല്ലോ. അതെ, തൃശ്ശൂർ എന്ന് പറയുന്നത് വടക്കുന്നാഥന്റെ മണ്ണാണ്. അപ്പം ആ ജയിച്ചു വന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എല്ലാ മതവിഭാഗങ്ങളും വോട്ട് ചെയ്ത വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പം അതുകൂടാതെ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഈ പൂരം പോലെ തൃശ്ശൂരുകാരുടെ വികാരമായ ഒരു കാര്യത്തെ അലങ്കോലമാക്കി കൂടുക, അല്ലെങ്കിൽ അത് വളരെ നന്നായി നടത്തണം. കാരണം പൂരം എന്നൊക്കെ പറയുന്നത് ആസ്വദിക്കാതെ കാണാനും ആ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ വരുമ്പോൾ അവിടെ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു, മറ്റ് ഭരണ നേതൃത്വത്തിന് ആരും അതായത്
ആരും ഇടപെടാത്ത സ്ഥിതി ഉണ്ടാകുന്നു. അതായത് നിയന്ത്രിക്കാൻ പോലീസിന് കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ ആരുമില്ല, ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ആരുമില്ല, തോന്നിയ പോലെ ആളുകളൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു ഏകോപനം ഇക്കാര്യത്തിലുണ്ടാകണം. അപ്പം ആരൊക്കെയോ എന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ പോലീസ് കുറേ ആളുകളെ ഓടിക്കുന്നു, ഭക്തരെ ഓടിക്കുന്നു, പട്ടയമായിട്ട് ആനയ്ക്ക് പട്ട കൊടുക്കാൻ വന്ന ആളിനെ ഓടിക്കുന്നു, അവരെ തടയുന്നു, കൊണ്ടുപോടാൻ നിൻ്റെ പട്ട എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം മാറും എന്നുള്ളതാണ് നമുക്ക് ഇനി കാണാൻ പോകുന്ന പൂരം. അതെ.